ഗൈസ്, ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒറ്റ മൈൻഡിൽ പുറത്തു പോകണ്ടോ, അതും ചിക്കൻ ലോലിപോപ്പ്. ആദ്യം തന്നെ വന്ന ഷാജു ആണോ, പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ മുഖം പൊത്തും. കഞ്ചാവ് കേസിലെ പ്രതിയാന്ന് പറഞ്ഞു. ഷാജു വന്നതിന് ശേഷം പൂപ്പിയും മാനും വന്നപ്പോൾ ഷാജുവിന്റെ മുഖം അങ്ങനെ തന്നെ. ഞാൻ ഈ ക്യാമറയും കൊണ്ട് പോകാതെ പിന്നെ അടുത്ത ആളെത്തി. ഇതാണ് ദിൽവർ ഷാദത്ത്. പാവം ചെക്കൻ സിംഗിൾ ആണ് കേട്ടോ, റെഡി ടു മിംഗിൾ. എന്നിട്ട് ഷാജു ദിൽവറൊക്കെ പന്തേരി കളിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ എന്റെ മുഖത്തേക്ക് രണ്ടടിയടിച്ച് ദിൽവർ ഷാദു. വിശ്വസിക്കാൻ പറ്റില്ല, എവിടുന്ന ബോൾ വരാന്ന് പറയാൻ പറ്റില്ല. അതിനെ കൊണ്ടാണ് കൈ വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് കണ്ടുമ്പോ ഞാനും പൂപ്പിയേനും ഒരാളും കൂടെ വരാണ്ട്. അതാണ് അനു. ഓനും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി അമ്മക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ പ്യാപ്ലായി നല്ലതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അതിന്റെ ഇടയിൽ അവിടെ എന്തിനോ നിർത്തി, എന്തിനാന്നറിയില്ല. പിന്നെ നമ്മള് നേരെ പോയിട്ടുണ്ടായിരുന്നു ജയറസിലേക്ക്. അവിടെ പോയിട്ട് ചിക്കൻ ലോലിപോപ്പ് എന്നാ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ എന്റെ ബുദ്ധി വളരാത്ത കസിൻസുമാരും കൂടെ പോയിട്ട് ഇരുന്നിട്ട് ഒരു റൗണ്ടുള്ള ഒരു ഊഞ്ഞാല പോലത്തെ സാധനത്തമ്മ കയറി. ഇതമ്മ കയറിയപ്പോഴാണെങ്കിലും മറ്റേ നമ്മളെ ഈ കൊണ്ടോട്ടി ഫെസ്റ്റിനൊക്കെ ഉള്ള തോണിമ കയറിയൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം കൊണ്ടത് അവിടെ വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ എങ്ങോട്ടൊക്കെ പോകണമെന്നൊന്നും അറിയില്ല. അപ്പൊ വലിയ പീസൊക്കെ നോക്കി. ഷാജു നമുക്ക് വേൾഡ് റെക്കോർഡ് എടുക്കണം. കാരണം ഓന് ഒറ്റ കടിക്കുന്ന ആ ചൂടുള്ള ചിക്കൻ പീസ് ഫുൾ വായ കിട്ടും. ഇനി എല്ലു മാത്രമാ ബാക്കി. എന്താണ് അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വേറെ സ്ഥലത്തേക്ക് പോവാം. കാരണം അവിടെ ഓരോരുത്തർക്ക് ഓരോ ചിക്കൻ ലോലിപോപ്പ് കിട്ടിയിട്ടുള്ളൂ. അതിനോണ്ട് വിശപ്പ് മാറില്ല. പിന്നെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും ഞങ്ങൾക്ക് ഉറപ്പിന്. ഇവരെല്ലാരും കൂടെ ഫുള്ള് കസരക്കല്ല് കളിക്കുന്ന പോലെ സീറ്റ് പിടിച്ചതിന് ശേഷം ഞാൻ പുറത്തായി. എന്താണ് ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്ത സാധനത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗിലായിരുന്നു. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ അപ്പുറത്ത് പോയി കസാര എടുത്തോണ്ടിരുന്നു. നിന്നോടെ കളി. അങ്ങനെ പിന്നെ അതും എത്തി. അതും പോണ പോക്കൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ നമ്മൾ കോയിനോട് ചെയ്യുന്നത് ക്രൂരത്തര. എന്നിട്ട് അതിന്റെ എല്ലിന്റെ പോലും അവള് വെറുതെ വിടണില്ല. എന്താന്നറിയോ, ദുഷ്ടത്തെയാണ്. അങ്ങനെ പിന്നെ മാനിന്റെ വക എല്ലാവർക്കും കട്ട്ലേറ്റ് പോകാൻ വാങ്ങി തന്നെ. ഇത് കണ്ടാറേ ചെക്കൻക്ക് നല്ല കുപ്പി പൊട്ടിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ്. അങ്ങനെ ഓരോരെല്ലാരോടും ബൈ അറിഞ്ഞ ഞാൻ പോയി ഫ്രഷ് ആയി. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളു. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.